അനാമിക നയനയെ തള്ളിയിട്ടേന് ദേഷ്യത്തോടുകൂടി നന്ദു ചെല്ലുന്നുണ്ട്. നന്ദു അങ്ങനെ അനാമികയുടെ കവളത്ത് നല്ലൊരടി കൊടുക്കുന്നുണ്ട്. ദേഷ്യം സഹിക്കാനാവാതെ അനാമിക വീണ്ടും നയനയെയും നന്ദുവിനെയും വെല്ലുവിളിക്കുകയാണ്. നീ എന്നെ അടിച്ചല്ലേടി എന്നൊക്കെ പറഞ്ഞ് അനാമിക ആകെക്കൂടെ ദേഷ്യത്തിൽ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നീ എൻ്റെ ചേച്ചി എന്തിനാ തള്ളിയിട്ടത്? ക്ഷമിക്കുന്നതിനെ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് നീ കളിച്ചാലേ ഇനിയും എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് അടികൊള്ളൂ. ജാനകിയും വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അനാമികയെ തള്ളിയത്? അമ്മ എന്തിനു നന്ദുവിനോട് ദേഷ്യപ്പെടുന്നേ? നന്ദുവിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെ തന്നെയാ ചെയ്യൂ. നീ അല്ലെങ്കിലും അവളുടെ ഭാഗത്തെ നിൽക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. നീ എന്ത് ഭർത്താവാടാ? ഇവൾ എന്നെ തല്ലിയിട്ടും നീ എന്താടാ പ്രതികരിക്കാൻ നിൽക്കുന്നേ? ഞാനെന്തിനാ പ്രതികരിക്കുന്നേ? എൻ്റെ ഏട്ടത്തിയാ നീ തള്ളിയിട്ടത്. ഞാൻ ചെയ്യേണ്ടതാ നന്ദു ചെയ്തത്. അതിലെനിക്കേ ഒന്നും അവളെടുത്ത് ചോദിക്കാനില്ല. നിനക്കത് കിട്ടേണ്ടത് തന്നെയായിരുന്നു. അമ്മേ, അവൻ പറയുന്ന കേട്ടില്ലേ? എന്നെ തല്ലിയിട്ടും അവളെയാ ന്യായീകരിക്കാൻ നിൽക്കുന്നേ. നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? ഞാനേ ഏട്ടത്തിക്ക് കുറച്ച് മരുന്നുമായിട്ട് വന്നതാ. മരുന്ന് കഴിക്കാനേ ഇവൾക്ക് എന്താ സുഖ? അല്ല, ഇനി ഇവളാണോ ഇനി ഏട്ടത്തിക്ക് ലിവർ കൊടുത്തത്? ഇവളുടെ ക്ഷീണും തളർച്ചയും കാണുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. അമ്മ എന്തിനാ അതും ഇതൊക്കെ പറയുന്നേ? ഏട്ടത്തിക്ക് വയ്യ, ഏട്ടത്തിക്ക് നല്ല തലവേദനയാ, അതുകൊണ്ട് കുറച്ച് മരുന്നുമായിട്ട് വന്നതാ. അതിനിപ്പോ ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങളെന്തിനാ എന്നെ ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വന്നത്? നിന്നെ ഫോളോ ചെയ്ത് വന്നോണ്ടല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റിയത്. ഇവിടെയുള്ള 3 ആണുങ്ങളെ വശീകരിക്കാനേ മിടുക്കരാ എന്നൊക്കെ വീണ്ടും അനാമിക നന്ദുവിനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഇത് കേട്ട് നന്ദു വീണ്ടും ദേഷ്യം സഹിക്കാനാവാതെ ഒരെണ്ണം കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനാമിക അവിടെ നിലത്ത് വീഴാണ്. അനാമികയെ എടുക്കാനായിട്ട് ജലജയും ജാനകിയും എല്ലാം വരുന്നുണ്ട്. അനാമികയാകെ തല ചുറ്റിയായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ഇനി മേലാല് അതും ഇതും പറഞ്ഞ് ഈ വീട്ടിലോട്ട് വരരുത്. എൻ്റെ ചേച്ചിയുടെ മേലെ തൊട്ടേന് നിന്നെ ഇവിടുന്ന് കൈയും കാലും ഒടിച്ചു വിടണമായിരുന്നു. പക്ഷേ അനിയെ ഓർത്തിട്ടാ ഞാനൊന്നും ചെയ്യാത്തത്. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് ഇറങ്ങിക്കോ. അങ്ങനെ നാണം കെട്ട് ജലജയും ജാനകിയും എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അനിയാണെങ്കിൽ നയനയോട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി കുഴപ്പമൊന്നുമില്ലല്ലോ, ഹോസ്പിറ്റലിലോട്ട് പോണോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വേദന. അനി, നിന്റെ ഭാര്യയെ ഒതുക്കേണ്ടതേ നീയാ. ഇനി മേലാല് നീ ഇങ്ങോട്ട് വരരുത്. നീ ഇങ്ങോട്ട് വരുന്ന കാരണ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇനി നീ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ നയനയും നന്ദുവും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനിയും സങ്കടത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആദർശാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. ഒരു ഞെട്ടലോടു കൂടിയാണ് ആദർശ് ഇതെല്ലാം കേൾക്കുന്നത്. എന്നാൽ ദേഷ്യത്തിലായിരിക്കും ആദർശ്. ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചുന്തിയാലൊക്കെയുള്ള പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് ആദർശിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആദർശ് ദേഷ്യത്തോടു കൂടി അനന്തപുരിയിലോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശനോടും മുത്തശ്ശിയോടും അനാമികയും ജാനകിയും എല്ലാവരും പറഞ്ഞു കാണും. എന്നാൽ അനി അവളെ കാണാനായിട്ട് അങ്ങോട്ട് പോയെന്ന് മാത്രമേ മുത്തശ്ശൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നുള്ളൂ. നയനയെ തള്ളിയിട്ട വിവരവും ഒന്നും പറയുന്നില്ല. ഇതറിഞ്ഞ മുത്തശ്ശൻ നല്ല രീതിയിൽ പ്രതികരിക്കുമല്ലോ, അതുകൊണ്ട് അത് മറച്ചു വെച്ചാണ് പറയുന്നത്. അങ്ങനെ എല്ലാം കേട്ട് മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ എന്താ ഇതൊന്നും കേട്ടിട്ട് മിണ്ടാൻ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോഴും നന്ദുവായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ചേർന്ന് എന്നെയാ കുറ്റപ്പെടുത്തിയത്. ഇപ്പോൾ അമ്മയും അപ്പച്ചിയും ഒക്കെ നേരിട്ട് കണ്ടതാ അവൻ മരുന്നുമായിട്ട് അങ്ങോട്ട് പോയത്. അവൻ മരുന്ന് വാങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതവൻ പറഞ്ഞില്ലേ അവൻ്റെ ഏട്ടത്തിക്ക് വാങ്ങിയതാണെന്ന്. അവൾക്ക് വയ്യാത്ത കാരണം അവൾക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്തതാണ്. അതിനിപ്പോൾ നിങ്ങളെന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഏട്ടത്തിക്ക് മരുന്ന് വാങ്ങി കൊടുക്കണമെങ്കിൽ ഏട്ടനില്ലേ, ആദർശേട്ടനാണെങ്കിൽ ദിവസവും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം എന്താ ഏട്ടത്തിക്ക് മരുന്ന് വാങ്ങി കൊടുത്താൽ പോരെ? ഇതൊന്നുമല്ല, അവരെ നന്ദുവും അനിയും തമ്മിൽ കണ്ട് സംസാരിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത് തന്നെയാ. മുത്തശ്ശൻ അതൊന്നും മനസ്സിലാവില്ല. ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കതെല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു താല്പര്യവുമില്ല. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും ചേർന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാ. അനാമികെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയരുത്. അച്ഛൻ എന്തിനാ മോളെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? അനിയുടെ കയ്യിലും തെറ്റില്ലേ? അനി അങ്ങോട്ട് പോയിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ദേവയാനി പറയുന്നുണ്ട്. ദേവയാനി, അനി അങ്ങോട്ട് പോയത് അവൻ്റെ ഏട്ടത്തിയെ കാണാനാ. അനാമികക്കല്ലേലും എടുത്തുചാട്ടം ഇത്തിരി കൂടുതലാ. ഒന്നും അറിയാതെ പോയി അവിടെ പോയി സംസാരിച്ചിട്ടാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇതിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ജലജയും ജാനകിയും ഒക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? നിങ്ങൾക്കും ബോധമില്ലേ? ഇവള് കുട്ടിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കതിനനുസരിച്ച് പെരുമാറിക്കൂടെ? അനിയോട് പലതവണ വാണിംഗ് കൊടുത്തതല്ലേ ഇനി അങ്ങോട്ട് പോകരുത് എന്നൊക്കെ. വീണ്ടും അവൻ അങ്ങോട്ട് പോയിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മോൾക്കാണെങ്കിൽ അത് ഇഷ്ടമല്ലാന്ന് 100 വട്ടം പറഞ്ഞു. എന്നാൽ അങ്ങോട്ടേക്ക് ദേഷ്യത്തോടു കൂടി ആദർശ് വരുന്നുണ്ട്. വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അവിടുന്ന് കുറച്ച് കൂടുതൽ പറഞ്ഞു വിട്ട് കാണും. ഇനി അത് പറയാനായിരിക്കും ഇങ്ങോട്ട് വരുന്നേ എന്ന് അനാമിക പറയുന്നുണ്ട്. അതെ, പറയാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞാനെല്ലാം അറിഞ്ഞു ആദർശേ.
അനിയുടെ പുറകെ പോയി ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. ഇതിപ്പോൾ അവിടെ പോയി എല്ലാവർക്കും അതൊരു സങ്കടമായില്ലേ. ഇപ്പോഴും മുത്തശ്ശൻ പറയുന്നത് അവൾക്ക് സങ്കടമായില്ലേ, അവരെ വീട്ടുകാർക്ക് സങ്കടമായില്ലേ എന്നാ. എൻ്റെ സങ്കടത്തിനൊന്നും ഇവിടെ ഒരു വിലയില്ലേ. അനി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. ആ നന്ദു എന്ന് പറയുന്നവള് എന്നെ തല്ലിയിട്ടും അവനൊരു വാക്ക് പോലും ചോദിച്ചില്ല. അങ്ങനെ അവളൊരു കാര്യമില്ലാതെ തല്ലില്ല. തക്കതായിട്ടുള്ള കാര്യം ഉണ്ടായിട്ട് തന്നെ ആയിരിക്കും അവൾ തല്ലിയത്. ആവശ്യമില്ലാതെയൊന്നും അവൾ ആരെ മേലും കൈവയ്ക്കില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. നന്ദു തല്ലിയത് മാത്രമല്ലേ മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞത്? എന്തിനാ തല്ലിയതെന്ന് ഇവള് പറഞ്ഞില്ലല്ലോ. എന്താ ആദർശം അവിടെ ഉണ്ടായത്? എന്താ സംഭവിച്ചേ? അങ്ങനെ ആദർശ് പറയുന്നുണ്ട്. ഇവൾ അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെ മോശമായിട്ടുള്ള രീതിയിലാണെന്നറിയോ അവരെ പറഞ്ഞത്? അച്ഛനെയും അമ്മയെയും നയനയെയും ഒക്കെ കുറിച്ച് മോശമായിട്ടാണ് സംസാരിച്ചത്. നയന അവിടെ പോയി നിൽക്കുന്നത് കാമുകന്മാരെ കാണാനാണത്രേ. ഇങ്ങനെയൊക്കെയാ ഇവള് പറഞ്ഞത്. അതൊക്കെ കേട്ട് സഹിക്കാനാവാതെ നയന പ്രതികരിച്ചു. അതിന് നയനെ പിടിച്ച് തള്ളി. നയന അവിടെ വീണു. ഇതൊക്കെ ചെയ്തിട്ടാ നന്ദു സഹിക്കാനാവാതെ ഇവളെ തല്ലിയത്. അല്ലാതെ നന്ദുവിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എല്ലാ തെറ്റും ഇവളുടെ ഭാഗത്താ. എന്നിട്ട് നയനമോൾക്ക് എന്തെങ്കിലും പറ്റിയോ ആദർശേ? നയനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. ഇല്ല മുത്തശ്ശ, കുഴപ്പമൊന്നുമില്ല. നീ എല്ലാ തെറ്റും ചെയ്തിട്ട് ഇവിടെ വന്ന് ന്യായീകരിക്കാൻ നിനക്ക് നാണമുണ്ടോ എന്ന് ആദർശ് ചോദിക്കുകയാണ്. ഇത് കേട്ട് മുത്തശ്ശനാകെ ദേഷ്യം വരുന്നുണ്ട്. അനാമികെ, നിന്നെ തല്ലിയെന്ന് നീ പറഞ്ഞു. എന്ത് കാര്യമാണെന്ന് നീ പറഞ്ഞില്ല. അപ്പോൾ നീ നയനമോളെ തള്ളിയിട്ടോ? അത് മുത്തശ്ശ, അതവള് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പം ഞാൻ ചെറുതായൊന്നും തള്ളിയതാ. അവള് വീഴുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. നീ അവളെ മേലെ കൈവച്ചോ? ആ മുത്തശ്ശ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നയനമോളുടെ മേലെ കൈവച്ചത്? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ ഉത്തരവാദിത്തം പറയോ? അതിനവൾക്ക് എന്താ? അവൾ ചെറുതായൊന്ന് വീണേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിനക്ക് ബഹുമാനം ഇത്തിരി കുറവാ. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഏട്ടത്തിയാ നയനയും നവ്യയും. രണ്ടുപേരെയും ആ രീതിക്ക് കാണണമെന്ന്. ഇപ്പോഴും നീ എടി പൊടി എന്നല്ലാതെ അവരെ വിളിക്കില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചതാ. ഇപ്പം ഇതാ നയന മോളെ തള്ളിയിട്ടിരിക്കുന്നു. ഈ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാ നീ ഇങ്ങനെ തലയിൽ കയറി നിൽക്കുന്നേ. എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. നിന്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങ് വരാൻ പറ. എന്നിട്ട് നീ അവരെ കൂടെ അങ്ങ് പോ. ഇനി നീ അവിടെ കുറച്ച് നാൾ നിൽക്ക്. എന്താണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ പഠിച്ചിട്ട് നീ അനന്തപുരിലോട്ട് തിരിച്ചു വന്നാൽ മതി. അച്ഛാ, മോള് കുട്ടിയല്ലേ, അവൾ അറിയാതെ എന്തോ ചെയ്തതാ. ആരാ പറഞ്ഞു ഇവള് കുട്ടിയാണെന്ന്? ഇവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. 10-23 വയസ്സായില്ലേ. ഇനി ഇവളെ കുട്ടിയാണെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ക്ഷമിച്ച് വിടാറുണ്ട്. പക്ഷെ ഇത് ക്ഷമിക്കാൻ പറ്റില്ല. അച്ഛാ, ഇത്തവണത്തേക്ക് അവളെടുത്ത് ക്ഷമിക്ക്. അവൾ അറിയാതെ ചെയ്തു പോയതല്ലേ, ഒന്ന് ക്ഷമിക്കച്ഛ എന്ന് ദേവയാനിയും പറയുന്നുണ്ട്. ദേവയാനി, നീ പോലും ഇതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. നിന്റെ മരുമകളെയാ അവൾ തള്ളിയിട്ടത്. അവൾക്ക് മൂത്തവരോട് ഒരു ബഹുമാനവുമില്ല. നീ ഇതൊക്കെ കണ്ടിട്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. ദേവയാനി, നിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവള് വീട്ടിലോട്ട് കയറി വന്നതിന് ശേഷം. അനന്തപുരിയിലെ ആണുങ്ങളാരും സ്ത്രീകളുടെ മേൽ കൈ വെക്കാറില്ല. അതുകൊണ്ട് മാത്രം ഇവൾ ഇത്തവണ രക്ഷപ്പെട്ടു. ഇനി ഇത് ആവർത്തിച്ച ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുക. നയനയ്ക്കും നവ്യയ്ക്കും കൊടുക്കേണ്ട സ്ഥാനം ഇവൾ കൊടുത്തിരിക്കണം. ഇനി ഇതുപോലെ എന്തെങ്കിലും നടന്നാൽ നിന്റെ സ്ഥാനം ഈ അനന്തപുരിക്ക് വെളിയിലായിരിക്കും. ഇത്തവണ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് മുത്തശ്ശൻ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ഇത് കേട്ട് നവ്യ ദേഷ്യത്തോടു കൂടി ചെല്ലുന്നുണ്ട് അനാമികയുടെ അടുത്ത്. നീ എൻ്റെ അനീതിയെ തള്ളിയിട്ടല്ലേ? നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താടി, നീ മോളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ഭീഷണിപ്പെടുത്തു തന്നെയാ എൻ്റെ അനിയത്തിയുടെ മേലാ ഇവള് കൈവച്ചത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുക. ഇതും പറഞ്ഞ് നവി അങ്ങ് പോകുന്നുണ്ട്. ഇവരെന്ത് സംഭവിക്കുന്നാ പറയുന്നേ? ഒന്ന് ചെറുതായി തള്ളി അവളൊന്ന് വീണു. അതിനിപ്പോൾ എന്താ സംഭവിക്കുന്നേ എന്ന് ജലജയും ജാനകിയും ഒക്കെ പറയുന്നുണ്ട്.